നമ്മളൊരു നുണ പറഞ്ഞാൽ ആ നുണയെ ന്യായീകരിക്കാൻ പിന്നെ പല നുണകൾ പറയേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പൊ ചെന്നുപെട്ടിട്ടുള്ളത് അത്തരം ഒരു ഗതികളിലേക്കാണ്. വ്യാപകമായി പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയയെ കുറിച്ച് CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയത്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാനാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിന് മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവും, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ കേരളമാകെ വേവലാതിയോടെ കാതൂർത്തിരുന്ന 2-3 ദിവസം പ്രളയ ദിവസങ്ങൾ. ആ ദിവസം പ്രളയമുള്ള പ്രദേശത്തിലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട മനുഷ്യനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം അതിൽ കേന്ദ്രീകരിച്ച് ജനങ്ങളോട് സംസാരിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ നടപടികളും എടുത്ത് നേതൃത്വ പദവിയിൽ ഇരിക്കേണ്ട സമയത്താണ് അദ്ദേഹത്തിന്റെ വിവാദമായ ഹെലികോപ്റ്റർ യാത്ര വന്നിട്ടുള്ളത്. ആ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു മറുപടി, കൊച്ചിയിൽ ഒരു ഇൻവെസ്റ്റർ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചെല്ലാൻ വൈകിയാൽ അവർ ഡൽഹിയിലേക്ക് പോകും. ഞാൻ വന്ദേ ഭാരതിന് ടിക്കറ്റ് എടുക്കുന്നു. പക്ഷേ അതിനെത്തുമ്പോഴേക്കും അവർ പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹെലികോപ്റ്ററിൽ പറഞ്ഞു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ രാവിലെ 10 മണിക്കോ 11 മണിക്കോ ഹെലികോപ്റ്ററിൽ പറഞ്ഞുയർന്നു. പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ഹെലികോപ്റ്റർ തിരിച്ചിറക്കി. വീണ്ടും നിങ്ങൾ പോകുന്നത് മണിക്കൂറുകൾ വൈകി, 2-3 മണിക്കൂർ വൈകി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏകദേശം 2 മണിയുടെയും 3 മണിയുടെയും ഇടയിലാണ്. ഈ സമയത്തിനകത്ത് സ്റ്റേറ്റ് കാറിൽ താങ്കൾക്ക് പറഞ്ഞെത്താവുന്ന ദൂരമാണ് കൊച്ചിയിലേക്ക്. അപ്പോൾ ആ നുണ അവിടെ തന്നെ പൊളിയാണ്. ഈ ഇൻവെസ്റ്റർ ആരാണ് എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ വി.ഡി. സതീശൻ മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ആ ഇൻവെസ്റ്ററുടെ പേര് ഞാൻ പറയില്ല. അങ്ങനെ ഇൻവെസ്റ്ററുടെ പേര് പറഞ്ഞാൽ പത്രക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കി ആൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ പോയി കളയും. കേരളത്തിന്റെ വ്യവസായ മന്ത്രിയെ കാണാനടക്കം എത്രയോ, പി രാജീവിനെ കാണാനടക്കം എത്രയോ ഇൻവെസ്റ്റർമാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നത് നമ്മൾ പഠിച്ചതാണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വന്നത് നമ്മൾ കണ്ടതാണ്. അതിപ്രഗത്ഭരായ ഇൻവെസ്റ്റർമാർ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കാണേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയുന്നതിന് മുഖ്യമന്ത്രിക്ക് എന്താ പ്രയാസം? അപ്പോൾ ഒരു കളവ് പറയാൻ അടുത്ത കളവ് പറയാൻ. അതിനാണ് സമയത്തിന്റെ കാര്യം പറഞ്ഞത്. അത് അദ്ദേഹം യാത്ര പുറപ്പെട്ട ഹെലികോപ്റ്റർ വൈകി പുറപ്പെട്ട കാര്യം അന്വേഷിച്ചാൽ തന്നെ ആ സമയം കൊണ്ട് കാറിൽ അദ്ദേഹത്തിന് എത്താവുന്ന ദൂരമേ ഉള്ളൂ എന്നും ഏതൊരാൾക്ക് മനസ്സിലാക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം നേരെ പോയത് ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്കാണ്. നമുക്കറിയാലോ, കേരളം ആകെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ. പലർക്കും ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. രക്ഷാപ്രവർത്തനം നടത്താൻ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാം. അതുപോലെ തന്നെ ഇതിൽ കുടുങ്ങിപ്പോയവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല. ഭക്ഷണമല്ലല്ലോ അവിടെ പ്രശ്നം, ജീവൻ പ്രശ്നമായി നിൽക്കുന്ന മനുഷ്യനെന്ത് ഭക്ഷണം? ആ സമയത്ത് ഇതെല്ലാം നോക്കേണ്ട ഒരു മുഖ്യമന്ത്രി പൊന്നാനിയിൽ വന്ന് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ. ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു, അവിടെ കയറി കഴിച്ചു. അല്ല, മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂളിൽ കൃത്യമായി അവിടെ സന്ദർശിക്കുന്ന വിവരം പറയുന്നുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരമാണ് അദ്ദേഹം പോയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഒരു സഹതാപ തരംഗം കിട്ടാനെന്നുള്ള രൂപത്തിൽ പറയാണ് ഞാൻ ഭക്ഷണം കഴിച്ചു പോയതാണോ തെറ്റ് എന്ന ചോദ്യം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾക്ക് മുമ്പേ ഈ കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 2018 പ്രളയകാലത്ത് ആ മുഖ്യമന്ത്രിയുടെ കഥ എന്താ നിങ്ങൾക്ക്? ഈ പ്രളയം വരുന്നതിന് കുറച്ച് മുമ്പാണ് തിരുവനന്തപുരം അപ്പോളോ ആശുപത്രിയിൽ വെച്ച് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് ഒരു സ്ഥിരീകരണം വരുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്, അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി അതിന്റെ ചികിത്സ നടത്തണം. അതിനുള്ള യാത്രകൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം പ്രളയത്തിലേക്ക് കടക്കുന്നത്. പിണറായി തന്റെ യാത്രയെല്ലാം ഒഴിവാക്കി വേദന കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ചികിത്സക്ക് പോകുന്നത്. അദ്ദേഹം എല്ലാ നേരത്തും കേരളത്തിൽ ജനങ്ങളോട് സംവദിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും നമ്മൾ കണ്ടേ. ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രളയ ദുരന്തമുണ്ടായ ചെങ്ങന്നൂരിൽ അവിടുത്തെ ആദ്യം വരാൻ വൈകിയതുകൊണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങാൻ വൈകി. മുഖ്യമന്ത്രി തന്നെ പിണറായി തന്നെ നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മറുപടി, സർ ഞാൻ ഇന്നലെ രാത്രി 12 മണിക്കാണ് ഓഫീസിൽ നിന്ന് പോയത്, അതുകൊണ്ടാണ് വരാൻ ഇത്തിരി വൈകിയത്. അപ്പോൾ പിണറായി അയാളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അന്ന് നമ്മൾ ചാനലിൽ കേട്ടതാണ്. പിണറായി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി 3 മണിക്കാണ് എന്റെ ഓഫീസിൽ നിന്ന് പോയത്, ഞാൻ രാവിലെ 6 മണിക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി മാതൃക കാണിക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തൊക്കെ ശേഷമുള്ള കാര്യം വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. എന്നിട്ട് മനുഷ്യന് ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചതാണോ തെറ്റ് എന്ന് ചോദിച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പൊന്നാനിയിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാ പോയത്? അതും ഒരു ഭക്ഷണ പരിപാടിക്കാം. എവിടെയാണത്? അത് ഹൈലൈറ്റ് മാൾ ബൈ മി എ കോഫി എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു ചായപ്പീടിയുടെ ഉദ്ഘാടനം. ബിരിയാണി കഴിഞ്ഞിട്ട് നേരെ പോയത് ചായപ്പീടിയുടെ ഉദ്ഘാടനത്തിനാണ്. ഒഴിവാക്കാൻ പറ്റാവുന്നില്ലേ? അദ്ദേഹം ആ 2 ദിവസങ്ങൾ നടത്തിയ എല്ലാ പരിപാടികളും ഒഴിവാക്കാൻ പറ്റുന്ന പരിപാടികളാണ്, ഔദ്യോഗിക പരിപാടികളല്ല. പിണറായി എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിക്കൊണ്ടായിരുന്നു അന്ന് പ്രളയകാലത്തെ എല്ലാ കാര്യങ്ങൾക്കും നേരിട്ട് കൊടുത്തിരുന്നത്. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ ബൈമിയ കോഫിക്ക് ഒരു പിന്നാമ്പുറം കഥയുണ്ട്. പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥൻ പ്രിൻസ് പുള്ളിക്കുന്നേൽ എന്ന് പറയുന്നവരുടെ ബന്ധുക്കളാണ്. പ്രിൻസ് പുള്ളിക്കുന്നേലിന് ഓർക്കുന്നുണ്ടാവും, വി.ഡി. സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. അതും ഈ പ്രിൻസ് പുള്ളിക്കുന്നേലിന്റെ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് 60ാം പിറന്നാളാണെന്നാണ് എന്റെ ഓർമ്മ. ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു ഷൂ ഉണ്ടായിരുന്നു കാലിൽ. ആ ഷൂവിന് 8 ലക്ഷം രൂപ വിലയുള്ള ഷൂ. അന്ന് വലിയ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു നവമാധ്യമത്തിലൊക്കെ. അത് ഈ പ്രിൻസ് പുള്ളിക്കുന്നതിൽ കൊടുത്താണ്. അന്ന് ആരോഗ്യമന്ത്രിയുടെ ബാഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം വന്നിരുന്നു, മനസ്സിലായോ? അപ്പോൾ അന്ന് അയാൾ കൊടുത്ത ആ ഷൂ 8 ലക്ഷം രൂപയോ മറ്റതിന്റെ വില വന്നു. ആ പ്രിൻസ് പുള്ളിക്കുന്നതിന്റെ ബന്ധുക്കളാണ് ഈ ബൈമിയ കോഫി എന്ന ഷോപ്പ് ഇടുന്നത്. പ്രിൻസ് പുള്ളിക്കുന്നതിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന് മുഖ്യമന്ത്രി വന്നതിൽ വലിയ സന്തോഷം, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്. അപ്പോൾ കേരളം തിരിച്ചറിയാം, ഈ റോമാനഗരം കത്തുമ്പോൾ വീണ വായിച്ച ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടില്ലേ, നീറോ ചക്രവർത്തിയെക്കുറിച്ച്. അതുമായി ഇതിനെ ഒന്ന് സമീകരിച്ചു നോക്കുക. അപ്പൊ കാര്യങ്ങൾ ഏകദേശം പെടുത്താൻ കിട്ടും. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നും എങ്ങനെ ഉണ്ടായിരുന്നു പഴയ മുഖ്യമന്ത്രി എന്നും.